ഭർത്താവിന്റെ മർദ്ദനത്തിൽ പൊറുതിമുട്ടി കാമുകനെ വിവാഹം കഴിച്ച് 3 കുട്ടികളുടെ അമ്മ. ആരെ വേണമെങ്കിലും സ്വീകരിച്ചു, പക്ഷേ അപവാദം പറയരുതെന്ന് ഭർത്താവ്. കാമുകനുമായുള്ള വിവാഹത്തിനിടെ വേദിയിൽ തർക്കം. ഉത്തർപ്രദേശിലെ ചന്ദോളി ജില്ലയിലെ ഒരു വിവാഹവേദിയാണ് ഈ കണ്ടത്. 3 കുട്ടികളുടെ അമ്മയാണ് ആ യുവതി. അവർ മുൻ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ തന്നെ കാമുകനെ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ. പക്ഷെ അടിമുടി ബഹളമായിരുന്നു ആ വിവാഹവേദിയിൽ. വലിയ ജനക്കൂട്ടമെത്തി. കാരണം 3 കുട്ടികളുടെ അമ്മയാണ്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു യുവാവിനൊപ്പം വിവാഹം കഴിച്ചു പോകുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേർ കാഴ്ചക്കാരായും ബന്ധുക്കളുമായൊക്കെ എത്തി. ചന്ദോളിയിലെ സക്കൽ ഹിഹ തഹസീൽ പരിധിയിലുള്ള ഒരു അമ്പലത്തിൽ, ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ വിവാഹ ചടങ്ങുകൾ. തന്റെ മുൻ ഭർത്താവ് സ്ഥിരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് ആ യുവതിയുടെ ആരോപണം. ആ ഉപദ്രവത്തിൽ മനം നൊന്താണ്, മടുത്താണ് ഈ ബന്ധം വേർപെടുത്തി ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്ന് ആ സ്ത്രീ പറയുന്നു. പക്ഷെ മക്കൾ 3 പേരും അവർ അച്ഛനോടൊപ്പം താമസിക്കട്ടെ എന്നാണ് ആ യുവതിയുടെ തീരുമാനം. അവർ പറയുന്നത് കേൾക്കാം. तुम मर्जी से शादी कर रहे हो? हम अपनी मर्जी से। कोई दिक्कत नहीं है? कोई दिक्कत नहीं। कहाँ के रहने वाले हो? जी वैसे तो हम सेवराई के रहने वाले हैं। भदौरा बलाक तहसील पड़ता है। ഇത് വിവാഹിതനായ വരന്റെ പ്രതികരണമാണ്. സ്ത്രീയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് എത്താം. എന്തായാലും ഈ ഭാര്യയുടെ ആരോപണങ്ങൾക്ക് ഭർത്താവ് തള്ളിക്കളയുകയാണ്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് അവൾ തന്നെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകാൻ തീരുമാനിച്ചതെന്നുമാണ് ആ ഭാര്യയുടെ ആരോപണത്തിന് മറുപടിയായി ആ ഭർത്താവ് അല്ലെങ്കിൽ മുൻ ഭർത്താവ് പറയുന്നത്. कर रहे हो? पहली शादी कर रही है आपकी? पहले शादी हुई है आपकी? हमारी शादी भइल वो मारो तो पहले आवत ना घर से 1 रुपया दे अपना ना दी, बताइए कैसे खर्चा चले। तुम्हारे बच्चे हैं पहली शादी से? हाँ। कितने बच्चे हैं? 3 बच्चे हैं। हाँ। क्या तो बच्चे कौन किसके पास रहेंगे? पापा के पास रहेंगे, हमारे पास ना रहे। मतलब पापा कौन, पहले वाले कि दूसरे वाले? नहीं तो हम पहलका के जो पहले वाले। यही सर, जब इनका मर्जी है कि नहीं हम दूसरे के साथ रहें, तो इसमें तो हमारा कोई हक नहीं है जबरदस्ती करना। हम तो चाह रहे हैं कि मतलब ये हमारे साथ रहें। हम तो तभी कर रहे थे, आज भी कर रहे हैं कि हमारे साथ चल के रहें। कोई पारिवारिक विवाद चल रहा? कोई नहीं विवाद। किस तरह की चीजें कैसे? ये इनका घूमना फिरना ऐश करना इनका संबंधित था। आप उसी सक्षम अधिकारी से? हाँ, सबसे कर लिया। कोई सोल्यूशन? कोई नहीं। आप शादी से सहमत हैं? जी सहमत है, अच्छे से शादी हो गया। आप क्या चाहिए? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെയാണ് ആ ഭർത്താവ് പറയുന്നത്. ട്രെയിൻ യാത്രക്കിടയിലാണ് ഈ സ്ത്രീയെ പരിചയപ്പെട്ടതെന്നും പിന്നീട് അങ്ങനെ പ്രണയത്തിലായതാണെന്നും ഒക്കെ പുതിയ വരൻ കാമുകൻ അവകാശപ്പെടുന്നു. യാത്രകളിലെ സൗഹൃദം അത് വളർന്നു. ആ സൗഹൃദം വളർന്ന് അത് പ്രണയത്തിലാവുകയും അങ്ങനെയാണ് ഈ വിവാഹത്തിലെത്തിയത് എന്നുമാണ് ആ 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ആ സ്ത്രീയും ആ യുവാവും പ്രതികരിക്കുന്നത്. എന്താണെങ്കിലും ആ വിവാഹ സമയത്ത് ഈ യുവതിയും മുൻ ഭർത്താവും തമ്മിൽ പരസ്പരം വലിയ ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുവെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ മന്ത്രോച്ചാരണങ്ങളൊക്കെ അകമ്പടിയോടുകൂടി ആ വിവാഹം നടന്നു. ആ യുവതി ആ കാമുകൻ്റെ കൂടെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ഈ വിവാഹം ആ പ്രദേശത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ സ്ത്രീ പറയുന്നത് തൻ്റെ ജീവിതം എപ്പോഴും യാതനകളുടെയും ദുഃഖത്തിൻ്റെതുമായിരുന്നു. എന്നെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, മാനസികമായും ശാരീരികമായും എന്നാണ് മുൻ ഭർത്താവിനെ പറ്റി. പക്ഷെ അതൊക്കെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്, നിരസിക്കുകയാണ് ആ ഭർത്താവ്. മക്കൾ 3 പേരുണ്ട്. ആ 3 പേരെ ഒപ്പം കൂട്ടാൻ അവർ തയ്യാറായിട്ടില്ല. അവർ ആ കുടുംബത്തോടൊപ്പം ആദ്യ ഭർത്താവിനൊപ്പം തന്നെ ജീവിക്കട്ടെ എന്നാണ് നിലപാട്. എന്നാണെങ്കിലും കല്യാണശേഷം ആ പ്രദേശത്ത് വലിയ സംസാരമായിരുന്നു. കല്യാണത്തിനിടയിലും ആ തർക്കങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു.
5 മാസം ഗർഭിണിയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊന്നു. പെൺകുട്ടിയെ ആ ഹോം ഗാർഡായിട്ടുള്ള ഭർത്താവ് പ്രണയിച്ച് വിവാഹം കഴിച്ചത് 6 മാസം മുമ്പ്. കുഞ്ഞ് തൻ്റേതല്ല എന്ന ചിന്തയിൽ യുവാവിൻ്റെ കൊടും ക്രൂരത. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ വാലാജാബാദിന് സമീപത്ത് പഴയശീവരത്താണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം. ഹോം ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു പഴയശീവരം സ്വദേശിയായിട്ടുള്ള സോമസുന്ദരം. സോമസുന്ദരം എന്ന ആ 28 വയസ്സുകാരനാണ് ഈ കേസിലെ പ്രതി. കൊല്ലപ്പെട്ടത് സോണിയ എന്ന പെൺകുട്ടി. അവൾക്കും 28 വയസ്സാണ്. ഈ സോമസുന്ദരം സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള സോണിയുമായി ദീർഘനാളത്തെ പ്രണയത്തിലായിരുന്നു. രണ്ടുപേരും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 6 മാസം മുമ്പ് രണ്ടുപേരും വിവാഹിതരായി. ആ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളൊക്കെ വലിയ സന്തോഷത്തിൻ്റെതായിരുന്നു. പക്ഷേ പിന്നീട് കുടുംബജീവിതം ആരംഭിച്ചത് മുതൽ മെല്ലെ മെല്ലെ കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ മുതൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ച് ഭർത്താവായിട്ടുള്ള സോമസുന്ദരം ആ വീട്ടിൽ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. എന്താണെങ്കിലും ആ പ്രശ്നങ്ങൾ അങ്ങനെ ദിവസേന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും ചെറിയ തർക്കങ്ങൾ വലിയ വലിയ വഴക്കിലേക്ക് എത്തുക പതിവായി. അങ്ങനെ ഈ സോണിയാണെങ്കിൽ 5 മാസം ഗർഭിണിയായിരുന്നു. അപ്പോഴും ഈ ഭർത്താവ് അവളെ മർദ്ദിക്കുമായിരുന്നു, അതിക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഈ പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. തലേദിവസം വിളിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെ വീണ്ടും വിളിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നേരിട്ട് ഇയാളുടെ വീട്ടിലേക്ക് എത്തി നോക്കി. അപ്പോഴാണ് മരിച്ച നിലയിൽ തൻ്റെ മകളെ അവർ കണ്ടെത്തുന്നത്. ആ സമയം ഈ ഭർത്താവായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിൽ ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന സോമസുന്ദരം ഒളിവിൽ പോയിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ സലവാക്കം പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടത്തിനായി ചെങ്കൽപ്പേട്ടിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ കേസെടുത്ത് കൂടുതൽ വിവരങ്ങൾ തേടിയപ്പോഴാണ് ചില കാര്യങ്ങൾ പോലീസിനും ബോധ്യപ്പെടുത്തത്. ഈ ഒളിവിൽ പോയ സോമസുന്ദരത്തെ പിടികൂടാൻ വേണ്ടി അന്വേഷണം ആരംഭിച്ച സംഘം പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളുമില്ല എന്നുള്ള കണക്കുകൂട്ടലിലേക്ക് എത്തി. ഈ ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത്. അവളുടെ ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെയെന്നാൽ ഭർത്താവ് അവളെ കഴുത്തു ഞെരിച്ച് കൊന്നു തന്നെയാണ് എന്നുള്ള നിഗമനം വീട്ടുകാർ ആദ്യമേ പറഞ്ഞിരുന്നു. പോലീസും അതേറെക്കുറെ സ്ഥിരീകരിക്കുന്നു. അങ്ങനെ അന്വേഷണം ഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോയി. നീതി തങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വലിയ പ്രതിഷേധവും ആരംഭിച്ചു. സലവാക്കം പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ പ്രതിഷേധ സമരം നടത്തി. വലിയ പ്രതിഷേധമായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ, അതും ഗർഭിണിയായിരിക്കെ, ഒരു ജീവൻ ആ കുട്ടിയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. യുവതിയുടെ മരണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും, അതിൽ നടപടി ഉണ്ടാകും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ്. ആ ഉറപ്പിന്മേലാണ് അവർ ഏറ്റവും ഒടുവിൽ ആ സമരം അവസാനിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഗർഭിണിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞ് തൻ്റേതല്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് ആ പ്രതി ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും സോണിയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയും ചെയ്തതെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം നടന്ന ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തന്നെ സോമസുന്ദരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. ഇനിയാണ് ട്വിസ്റ്റ്. പോലീസിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ആ സോമസുന്ദരം തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞു. പക്ഷേ അയാൾ ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കുന്നു. തനിക്ക് കുട്ടികളുണ്ടാകാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന്. അതായത് തൻ്റെ കുട്ടിയല്ല എന്ന് തനിക്ക് ബോധ്യപ്പെടാനുള്ള സാഹചര്യം അതാണ്. തനിക്കൊരിക്കലും കുട്ടി ഉണ്ടാകില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവളെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ
കൊന്നുകളഞ്ഞതെന്ന് അയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. നടലും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 302 പ്രകാരം കൊലക്കുറ്റത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാളുടെ ജോലിയും നഷ്ടമാകും. ആ പെൺകുട്ടി വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമുള്ള വിവാഹമായിരുന്നു. ആ യുവാവുമായിട്ട് സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള കളിക്കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പക്ഷെ നീണ്ടത് ആ ദാമ്പത്യത്തിൻ്റെ ആയുസ് 6 മാസം മാത്രം. ഭാര്യയെ ഇംപ്രസ് ചെയ്യാൻ SP ആയി ചമഞ്ഞ ഭർത്താവ് ഭാര്യയുടെ കടയിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന ഭീഷണിക്കോളും. 51-കാരനെ കൈയോടെ പൊക്കി പോലീസ്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്. കരൺ കുമാർ സക്കൂജ എന്നാണ് അയാളുടെ പേര്. 51 വയസ്സുണ്ട് ഇയാൾക്ക്. ഈ ഭാര്യയ്ക്ക് മുന്നിലൊന്ന് സ്റ്റാറാകാൻ തിളങ്ങാൻ വേണ്ടി ചില വേറിട്ട വഴി ആലോചിച്ച് കുടുങ്ങിയതാണ് ചങ്ങാതി. ഗുരുഗ്രാമിലെ മെഗാ മാളിൽ അവിടെ ഈ ഭാര്യ ആയിട്ടുള്ള സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പ്രതിയുടെ ഭാര്യയ്ക്ക് ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിലെ വൈദ്യുതി ആ മാളിലെ മാനേജ്മെൻറ്റ് അത് വിച്ഛേദിച്ച് കളഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ആ ഷോറൂമിൽ മാത്രം വൈദ്യുതിയില്ല. അപ്പോൾ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഭാര്യയ്ക്ക് നൽകി. അത് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാളുടെ പെടാപ്പാട് മുഴുവൻ. ഹിമാചൽ പ്രദേശ് പോലീസിലെ SP ചന്ദൻ സിംഗ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആൾമാറാട്ടം. അങ്ങനെ DLF സെക്ടർ 29 പോലീസ് സ്റ്റേഷൻ, അതായത് ഈ മെഗാമാളിരിക്കുന്ന ആ പോലീസ് സ്റ്റേഷൻ പരിധി DLF സെക്ടർ 29 ആണ്. ആ പോലീസ് സ്റ്റേഷനിലെ SHOയെ ഔദ്യോഗിക ഫോൺ കണക്ഷനിലേക്ക് തന്നെ വിളിക്കുകയാണ് ഇയാൾ. എന്നിട്ട് പറയുന്നു, ഞാൻ ഇങ്ങനെ ഹിമാചലിലെ SP ആണ്, എൻ്റെ ഭാര്യയുടെ ഷോറൂമിൻ്റെ വൈദ്യുതി ഉടൻ തന്നെ റീകണക്ട് ചെയ്യണം. ഉത്തരവ് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഈ സംശയം തോന്നിയ പോലീസ് അവിടെ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി, ആ വിളിച്ചയാൾ വ്യാജ SP ആണെന്ന്. അങ്ങനെ അന്വേഷണം എവിടെ നിന്ന് കോൾ വന്നു എന്നുള്ളതിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ഡൽഹി നബ്സറായ് സ്വദേശിയായിട്ടുള്ള കരൺ കുമാർ സക്കൂജ എന്ന ഈ പ്രതിയിലേക്ക് എത്തിച്ചു. അങ്ങനെയാണ് പോലീസിന് ബോധ്യപ്പെട്ടത് ഇത് കോള് വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഈ ഗുരുഗ്രാമിലെ ഈ ഗുഡ്ഗാവിലെ ഈ മെഗാമാളിലെ വൈദ്യുതി വിച്ഛേദിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു വ്യാജ പോലീസ് ചമയലായിരുന്നു എന്ന്. 29 DLF पुलिस स्टेशन में एक कॉल आया था SHO के सरकारी नंबर पे 25 तारीख को. तो उसमें अपने आप को उसने SP चंदन सिंह बताया, जो कि उसने बताया कि हिमाचल पुलिस में वो SP है और सीनियर IPS ऑफिसर है. तो उसने मेगा मॉल है, वहाँ पे कोई शॉप है जिसकी लाइट काटी हुई थी मैनेजमेंट ने. तो उसने उस लाइट को चालू कराने बारे SHO पे दबाव बनाया कि मैं ऐसे ऐसे हिमाचल पुलिस का IPS अधिकारी हूँ और ऐसे ऐसे शॉप है कोई जो कि मेगा मॉल में है बुटीक, उसकी लाइट चालू कराई जाए. और उसने काफ़ी उससे एक तड़ी में और अपने आप को एक ऑफिसर ट्रीट करा और बताया, जिसमें SHO को उस पर डाउट हुआ. और उसने मॉल में जाके जब इस चीज़ का पता कराया तो ये पता चला कि भी जो बुटीक है वो करण कुमार सकुजा नाम के व्यक्ति की वाइफ का बुटीक है. और जो कि करण कुमार जो सकुजा है, इसी ने फर्जी IPS बन के SHO के सरकारी नंबर पे कॉल किया. और ये बात सामने आने के बाद इसमें FIR लॉन्च करी, उसको गिरफ़्तार किया गया और अभी उसको जेल में भेज दिया गया है. ഹിമാചൽ പ്രദേശ് പോലീസിലെ SP ആയിട്ടുള്ള ചന്ദൻ സിംഗ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഫോൺ കോൾ. നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്താണെങ്കിലും ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് ഉത്തരവിടുന്ന മട്ടിലായിരുന്നു ആ ഫോൺ കോൾ വന്നത്. ഈ DGPയുടെ പേരും, അതായത് ഹരിയാനയുടെ DGPയുടെ പേരും ഈ ഫോൺ കോളിനിടെ പരാമർശിച്ചു. അതായത് ഉന്നത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. ഈ പ്രതിയുടെ അമിതാവേശവും സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗടിയും ഒക്കെയാണ് ഇത് തിരിച്ചടിയായത് എന്നുള്ളതാണ് രസകരം.
അന്വേഷണത്തിനായി ഗുരുഗ്രാമിലെ മെഗാമോളിലേക്ക് ആദ്യം ഈ ഒരു പോലീസ് സംഘത്തെ അയച്ചു SHO. അപ്പോൾ ഈ മെഗാമോളിലെത്തിയ പോലീസ് സംഘം, അന്വേഷണ സംഘം അവിടെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാം വ്യക്തമായി. ആ മോളിൽ ഒരു ബൊട്ടീക്കുണ്ട് ഈ പറയുന്ന ആളുടെ ഭാര്യയ്ക്ക് എന്നുള്ളത്. എന്തായാലും സൗത്ത് ഡൽഹിയിലെ നബ്സറായ് നിവാസിയായ കരൺകുമാർ സുഗൂജയാണ് വിളിച്ചതെന്ന് തിരിച്ചറിഞ്ഞതോടെ ചോദ്യം ചെയ്യലായി. ഗുരുഗ്രാമിലെ മെഗാമാളിൽ തന്റെ ഭാര്യയ്ക്ക് കടയുണ്ടെന്ന് പ്രതി അങ്ങനെ സമ്മതിച്ചു. DLF സെക്ടർ 29 പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തു. ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേര് അത് ദുരുപയോഗം ചെയ്തതിനാൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ തന്നെയാണ് എന്താണ് പോലീസ് തീരുമാനം എന്നാണ്. ഭാര്യയ്ക്ക് മുന്നിൽ ഹീറോ ആകാൻ ശ്രമിച്ചാണ് 51കാരൻ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന് വിറ്റ സ്ത്രീകളുടെ വീടുകൾ നിലംപരിശാക്കി അജ്മീർ പോലീസ്. കയ്യേറി നിർമ്മിച്ചതുകൊണ്ടെന്ന വിശദീകരണം. പാഠം പഠിക്കട്ടെ എന്ന് നാട്ടുകാരും. രണ്ട് സ്ത്രീകളുടെ വീടുകളാണ് ഇത്തരത്തിൽ അജ്മീർ പോലീസ് ഇടിച്ചു നിരത്തിയത്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉൾപ്പെടെ മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിലെ കണ്ണികളാണവർ. മനുഷ്യക്കടത്ത് സംഘത്തിന് വിറ്റുകളഞ്ഞു അവർ ആ പെൺകുട്ടിയെ. ആ പ്രതികളുടെ വീടുകളാണ് നിമിഷ നേരം കൊണ്ട് അജ്മീർ പോലീസ് നിലംപരിശാക്കിയത്. നടപടിയുടെ ഭാഗമായി 100ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ആ സ്ഥലത്ത് വിന്യസിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി വീട് കയ്യേറി നിർമ്മിച്ചു എന്നുള്ള വിശദീകരണത്തോടുകൂടിയാണ് പോലീസിന്റെ ഈ പൊളിച്ചു നീക്കൽ നടപടി. അജ്മീർ മുനിസിപ്പൽ കോർപ്പറേഷൻ അവകാശപ്പെട്ട ഭൂമിയിലാണ് ഈ വീട് നിർമ്മിച്ചിരുന്നതെന്ന് പറയുന്നു. നോട്ടീസ് നൽകി, പക്ഷേ തൃപ്തികരമായിട്ട് മറുപടി നൽകിയില്ല. അതുകൊണ്ടാണ് നടപടിയെടുത്തതെന്നാണ് അധികൃതരുടെ അവകാശവാദം. ജൂൺ 13-ാം തീയതിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മനുഷ്യക്കടത്തിന് ഇരയാക്കുകയും പിന്നീട് കൂട്ടബലാത്സംഗത്തിലേക്കുമൊക്കെ എത്തിയത്. അഫ്സാന എന്ന 36കാരി, ഒപ്പം അഫ്രീൻ, ഈ രണ്ട് സ്ത്രീകളാണ് കേസിലെ പ്രതികൾ. അവരുടെ വീടുകളാണ് പോലീസ് തകർത്ത് കളഞ്ഞത്. ഹിമാൻഷു ജാംഗീദ് പറയുന്നു, അനധികൃതമായി പ്രതികൾ സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുമെന്നാണ് SP ഹിമാൻഷു ജാംഗീദിന്റെ വാക്കുകൾ. जो भी इन्वॉल्व है और उनकी अगर गैर वाजिब तरीके से उन्होंने धन अर्जित किया है और उससे संपत्ति अर्जित की है, उसमें पुलिस मुख्यालय के निर्देशानुसार, जैसा कि मंशा भी है पुलिस का ध्येय वाक्य भी, आमजन में विश्वास और अपराधियों में भय, तो अपराधियों में भय रहे और वो इलीगल काम से अपनी इलीगल प्रॉपर्टी जो अर्जित कर रहे हैं उनको डिमोलिश करने की कार्रवाई की जाएगी. तो इससे संदेश जो है उन अपराधियों को भी दिया जा रहा है जो अवैध रूप से धन संचय कर रहे हैं उनको. हाँ, डेफिनेटली उन सभी के जो रिकॉर्ड्स हैं, उनके ITR हैं, उनकी जो इलीगल प्रॉपर्टीज़ है, बेनामी संपत्तियाँ, उन सभी पे कार्रवाई की जाएगी. और भी आगे कार्रवाई चलेगी? हाँ, निश्चित रूप से इसके बाद और भी चीज़ें चिन्हित की गई है, उन सभी पे कार्रवाई की जाएगी. ഈ പെൺകുട്ടിയുടെ അമ്മയുമായി സൗഹൃദത്തിലായ ശേഷമാണ് ഈ സ്ത്രീകളിൽ ഒരാൾ വിനോദയാത്രയ്ക്കെന്നുള്ള പേരിൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. ഒരു ഹോട്ടലിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ 2 പേർ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 32,000 രൂപയ്ക്കാണ് പ്രതികളായിട്ടുള്ള ഈ സ്ത്രീകൾ ഒരു 42കാരനായ ആൾക്ക് ആ കുഞ്ഞിനെ കൈമാറുന്നത്. അയാൾ ആ പെൺകുട്ടിയെ 7 മാസത്തോളം തടങ്കലിൽ വെക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. 4 സ്ത്രീകൾ ഉൾപ്പെടെ 7 പേരെയാണ് ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്താണല്ലോ നിയമപ്രകാരമാണ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതെന്ന് ഭരണകൂടം വ്യക്തമാക്കുന്നു. നടപടി കാണാൻ വേണ്ടി വലിയ തോതിൽ നാട്ടുകാരും ആ സ്ഥലത്തെത്തിയിരുന്നു. 2 സ്ത്രീകളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. എന്നാൽ ആ കേസിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോൾ ആ വീട്ടുകാർ ആ വീടില്ലാതാക്കി കളഞ്ഞ പോലീസ് നടപടിയെ കൈയടിക്കുകയാണ് നാട്ടുകാർ. കാരണം അവർ കണ്ട് പരിചയിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ, ഒരു കുഞ്ഞിനെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിറ്റുകളഞ്ഞ മനുഷ്യക്കടത്ത് സംഘത്തിന് കൈമാറിയ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ആ സ്ത്രീകൾക്ക് ഇതുപോലുള്ള ശിക്ഷാ നടപടി വേണമെന്നാണ് ആ നാട്ടുകാരുടെ പക്ഷം.
മന്ത്രിമന്ദിരങ്ങൾക്കും പാർട്ടി ഓഫീസിനും സമീപം യുവാവിന്റെ മൃതദേഹം. VVIP മേഖലയിലെ മരണത്തിൽ ആശങ്ക. അമിത ലഹരി ഉപയോഗം മരണത്തിന് കാരണമെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. ബീഹാറിൽ പട്നയിലെ അതീവ സുരക്ഷയുള്ള VVIP മേഖലയിലുള്ള മില്ലർ സ്കൂൾ ഗ്രൗണ്ടിൽ അവിടെയാണ് ആ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 34 വയസ്സുകാരനായ സണ്ണി കുമാർ എന്ന ഒരു യുവാവാണ് ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. JDUവിന്റെ ഓഫീസിന് MLA-മാരുടെ മന്ത്രിമാരുടെ ഒക്കെ ഔദ്യോഗിക വസതികൾക്കും വളരെ തൊട്ടടുത്താണ്, ചേർന്നാണ് ഈ പറയുന്ന ഗ്രൗണ്ട്. ചൊവ്വാഴ്ച രാവിലെ ഈ ഗ്രൗണ്ടിൽ മൃതദേഹം കണ്ട ഉടൻ തന്നെ നാട്ടുകാർ അവിടെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ആ മൃതദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ച നിലയിലായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്ന സാഹചര്യവും. ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നാണ് ആദ്യം കണ്ട ആളുകൾ പറയുന്നത്. പക്ഷേ സമീപത്ത് നിന്ന് ഒരു ബൈക്കോ അല്ലെങ്കിൽ അത്തരം സാഹചര്യമോ ഒന്നും കാണാൻ കഴിയാത്തതാണ് അതിലെ ദുരൂഹത. ഈ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു ബാഗ് ലഭിച്ചതല്ലാതെ മറ്റൊരു വസ്തുക്കളും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ വിഷബാധയാണോ അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗമാണോ, ഇനി അതല്ല കൊലപാതകമാണോ, ഇതൊക്കെ വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. എന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നാണ് പോലീസ് പറയുന്നത്. व्यक्ति जो अचेतावस्था में उनको मृत पाए जाने की सूचना है। और वो मिलर स्कूल के जो ग्राउंड है खुला रहता है ग्राउंड, और इसी ग्राउंड में इनकी मृत्यु होना पाया गया है। पुलिस को घटनास्थल पहुंचती है। घटनास्थल पहुंच करके FSL को भी बुलाया गया, और FSL को बुलाने के बाद इसको PMCH के लिए पोस्टमार्टम के लिए भेजा गया. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ വിഷാംശമുള്ള മറ്റെന്തെങ്കിലുമോ ഉള്ളിൽ ചെന്നതാകാം മരണത്തിന് പ്രാഥമിക കാരണം എന്ന് ASP കൃഷ്ണ മുരാരി പ്രസാദ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ വിവരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. മന്ത്രിമാർ, MLA-മാർ, പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ ഓഫീസുള്ള സ്ഥലം, അതിനോട് ചേർന്നുള്ള ഗ്രൗണ്ട്, അത്രമാത്രം സുരക്ഷയുള്ള ഒരിടത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ പ്രദേശത്ത് നിന്ന് 5 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്കയായിട്ടുണ്ട് ഈ അടുത്ത മൃതദേഹം. അവറിന്റെ സമയം ഇന്നിപ്പോൾ പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.